ഈ അണ്ടർപാസ് സാങ്ഷനായി വർക്ക് തുടങ്ങി. അപ്പോൾ നമ്മുടെ പിക്ചറിലില്ല. എല്ലാവരും പാർട്ടിക്കാർ തന്നെ എല്ലാം വന്നു. അവരുടെ MLA ഇത്ര കോടി അനുവദിച്ചു, ഈ MLA സ്വകാര്യ ഫണ്ടിൽ നിന്ന് ഇത്ര കോടി അനുവദിച്ചു, പിന്നെ MLA വീട്ടിൽ നിന്ന് ഫണ്ടുകളൊക്കെ വന്ന് അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ. എന്താണ് പറയാ, സ്വകാര്യ ഫണ്ടിൽ നിന്നും ഇങ്ങനെ ഫണ്ടുകളൊക്കെ വന്ന് അനുവദിക്കപ്പെട്ട് 8 കോടി 10 കോടി 15 കോടിയൊക്കെ ആയി. അപ്പൊ ഞാൻ സന്തോഷം, നമ്മൾ തുടങ്ങി വെച്ചൊരു പരിപാടിയാണല്ലോ, അതെന്തായാലും വിജയം കണ്ടു. അങ്ങനെ ഞാൻ അതുകൊണ്ട് ഇടയ്ക്ക് നോക്കും. അപ്പോ അതിന്റെ സിസ്റ്റം ഈ സ്ക്വയറിലുള്ള കോൺക്രീറ്റിന്റെ വലിയ ബ്ലോക്കുകൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അവര് പണിയാൻ ഈ അണ്ടർപാസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു 2 വണ്ടിക്ക് എന്തായാലും പോകാൻ സാധിക്കും. കാരണം ഇത് കുറെ കൂടെ ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ വിചാരിച്ചത് 2 എണ്ണമായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ഇത്രയും ജനദ്രോഹപരമായിട്ടുള്ള ഒരു സംവിധാനം ഇവരെ ഞാൻ ഏത് ഭാഷയിലാണ് ഈ സർക്കാരുകളെ വിശേഷിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. കാരണം ഈ ആധുനിക ലോകത്ത് നമ്മുടെ വീടുമുറ്റത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ പണിതാൽ ഒരു തുള്ളി പോലും ലീക്കില്ലാത്ത രീതിയിൽ ചെയ്യാവുന്ന ഏറ്റവും നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ടെക്നോളജി ഉള്ള ഈ സമയത്ത് പോലും ഈ അണ്ടർപാസ് ഒരു മഴ പെയ്താൽ അവിടെ വെള്ളം നിറയും. മാത്രവുമല്ല, അത് മഴ പെയ്യണ്ട, അല്ലാതെ തന്നെ വെള്ളം നിറയും. പക്ഷേ സ്ഥിരമായി മോട്ടോർ സംവിധാനം ചെയ്തു വെച്ചിരിക്കുകയാണ്. സ്ഥിരമായി വെള്ളം അടിച്ച് പമ്പ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നഷ്ടമൊക്കെ ആരാണ് സഹിക്കുക? ഇത്രയും ഉത്തരവാദിത്വമില്ലാത്ത ഒരു ഗവൺമെന്റ്, ഒരു ഉദ്യോഗസ്ഥന്മാര് ആരാണ് അവരെ ചോദ്യം ചെയ്യുന്നത്? ആരാണ് ചോദ്യം ചെയ്യുന്നത്? ഒരാള് ചോദിക്കുന്നില്ല. എന്ത് തോന്നിയാസവും ജനങ്ങളുടെ പണം വെച്ചിട്ട് എന്ത് തോന്നിയാസവും ഏത് രീതിയിലും നടത്താം എന്നുള്ള അവരുടെ ധാർഷ്ട്യം മാത്രമാണ് ഈ രാജ്യത്തുള്ള വികസനത്തിന്റെ ഈ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. ഒരു വികസനം ഇവിടെ ഇല്ല. എന്ത് വികസനമുള്ളത്? ഇവരുടെ സ്വകാര്യമായ സ്വത്തുക്കളും അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം വികസിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ വികസനങ്ങൾ കൊണ്ട് ഇവർ ഉണ്ടാക്കി തീർക്കുന്നത് എന്താണ്? അപ്പോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയാൽ എണ്ണിയാൽ തീരാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താ? ജനങ്ങൾക്ക് ഇതിനകത്തൊന്നും യാതൊരു പങ്കുമില്ല, ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല. അതേസമയം ഈ ഇന്ത്യയിൽ തന്നെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഇവിടുത്തെ ഗതാഗത കുരുക്കിനെ കുറിച്ചിട്ടും അധികരിക്കുന്ന വാഹനങ്ങളെ കുറിച്ചിട്ടുമാണല്ലോ. ഇവിടെ ഡൽഹിയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഗതാഗതത്തിന്റെ ഡെവലപ്മെന്റ്, വികസനം എന്താണെന്ന് നാം നോക്കിക്കാണേണ്ടതാണ്. ഇപ്പോ തന്നെ ഈ ഇപ്പോ 2000-ഓളം ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കി കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രോജക്റ്റുകളാണ് അവിടെ ഉണ്ടാവുന്നത്. ഇവിടെ നമ്മുടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നല്ല സൗകര്യങ്ങളുള്ള ബസ്സുകളിലേക്ക് ആളുകളകത്ത് കയറിയിരുന്നല്ലോ. ഇവിടെ ലോ ഫ്ലോർ ബസ്സുകൾ എത്ര ഉണ്ടായിരുന്നു? ആദ്യം 400-ഓളം ബസ്സുകളാണ് ഇവിടെ ഈ യാർഡിൽ തുരുപിടിച്ചു പോകുന്നത്. ആരുടെ പൈസ? MLA-യുടെ ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ, MLA-യുടെ വീട്ടിൽ നിന്നുണ്ടാക്കിയ പൈസയാണോ? അതിന് പോലും ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ, ഒരാൾ നമ്മുടെ വീട്ടില് ഏറ്റവും ചുരുങ്ങിയ ചെലവ് 10,000 രൂപയില്ലാതെ ഇവിടെ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ പറ്റില്ല. ആ 10,000 രൂപ ചെലവാക്കുന്നവൻ 2,000 രൂപയോളം സർക്കാരിന് കൊടുക്കണമെന്നുള്ളത് സത്യം ആരും ചിന്തിച്ചിട്ടുണ്ടോ? 2,000 രൂപ സർക്കാരിലേക്ക് പോകുന്നുണ്ട്. അല്ലെങ്കിൽ 1,800 രൂപ ഏറ്റവും ചുരുങ്ങിയത്. എല്ലാത്തിനും ടാക്സ് കൊടുത്തിട്ടല്ലേ നമ്മൾ 18% ടാക്സ് കൊടുത്തിട്ട് മുന്നോട്ട് പോണത്. ഒന്ന് ആലോചിച്ച് നോക്കുക. 2,000 രൂപ ഉണ്ടെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ സാധിക്കുന്ന ആ പണം നാം അവരും കൊടുക്കുകയാണ്. എന്നിട്ട് ഇവരെ എഴുതി വെക്കുന്നു MLA-യുടെ സ്വകാര്യ ഫണ്ടിൽ നിന്നും, മന്ത്രിയുടെ സ്വകാര്യ ഫണ്ടിൽ നിന്നും. ഒരു വീടില്ലാത്തവന് എന്താണ് കൊടുക്കുന്നത്? ലൈഫ് പദ്ധതിയിലേക്ക് 4 ലക്ഷം രൂപ.
600 സ്ക്വയർ ഫീറ്റോ 500 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ പാടുള്ളൂ. അതിന് ഒരു 100 സ്ക്വയർ ഫീറ്റ് കൂടിപ്പോയി കാശിട്ടില്ല. 4 ലക്ഷം രൂപയാണ് വാങ്ങുന്നത്, കൊടുക്കുന്നത്. അതെങ്ങനെ ഇവരുടെയൊക്കെ വാതിൽ എത്ര വാതിൽ മുട്ടിയിട്ടായിരിക്കും കൊടുക്കുക? ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് MLA സ്വകാര്യ ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തൊരു നാടാണിത്, ഇതെന്തൊരു നാടാണ്. പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങള്, അനീതികളും അക്രമങ്ങൾ. അക്രമം എന്ന് പറഞ്ഞാൽ എന്താ? അന്യന്റെ മുതൽ, ഇല്ലാത്തവന്റെ മുതൽ പിടിച്ചു പറിച്ചിട്ട് ചെയ്തു കൂട്ടുന്ന, ഇവര് ദുരുപയോഗം ചെയ്യുന്ന കാര്യങ്ങൾ, അതിന് അക്രമം എന്ന് പറയുന്നത്. അല്ലാതെ എന്താ അക്രമം? നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ ജോലി എടുത്ത് സമ്പാദിക്കില്ല, അവനവന്റെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമ്പാദിച്ചു കൊടുത്ത അതിൽ നിന്ന് ലൂട്ട് ചെയ്തിട്ടാണ് ഇവർ ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അപ്പോ ഒരുപാട് കാര്യങ്ങൾ അതിന് പറയുവാനുണ്ട്. ഇതിന്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചോദ്യം ചെയ്യണം, ജനങ്ങൾ ഇതിനെല്ലാം അവയറാവണം. യാതൊരു സംശയവുമില്ല. അല്ലാതെ അമേരിക്കയിൽ പോയി ഇവര് എല്ലാ ആഴ്ചയിലും മാസത്തിലും എല്ലാം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും എല്ലാവർക്കും പോയി ഇതിങ്ങനെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരാള് പോയി വന്ന സീനാണ്. ഏതോ ഒരു രാജ്യത്ത് പോയി വന്നപ്പോ അവിടെ സൈക്കിൾ ട്രാക്ക് റോഡില് വേദന സൈക്കിൾ ട്രാക്ക് ഉണ്ടാക്കി. ഇവിടെ സൈക്കിൾ ട്രാക്ക് റോഡ് തന്നെ വണ്ടിക്ക് തന്നെ പോകാനില്ല. അപ്പോ അവിടെ മേനകേട് അവിടെ ഇവിടെ പച്ച പെയിന്റ് അടിച്ചു വെച്ചിരിക്കുക സൈക്കിൾ ട്രാക്ക് എന്ന്. അപ്പൊ അതിന് കുറെ പൈസ, പേരിന് പൈസ അടിക്കാമല്ലോ. ഇത് തന്നെ ഒരു ഉദ്ദേശം. പ്രൊജക്ടുകൾ വിടുന്നത് പൈസ അടിക്കാൻ വേണ്ടി മാത്രമല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് പറയാമോ? ഒരു പ്രോജക്റ്റും ഉണ്ടാവില്ല. ജനങ്ങൾക്ക് ആ ശരിയായ രീതിയിൽ ഉപകാരപ്പെട്ട ഒരു പ്രോജക്റ്റും ഇവിടുത്തെ ഒരു സർക്കാരും ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോ ഇത്രയും ആളുകളെല്ലാം, ഇത്രയും വിശിഷ്ട വ്യക്തികളെല്ലാം ഉപയോഗിച്ച് ഞാൻ പറയണേ, നിങ്ങൾ അതേപോലെ എന്റെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിനെല്ലാം ചോദ്യം ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ പലതും നേരിടേണ്ടി വരും. ഇന്ന് നോക്കൂ, ഡൽഹിയിൽ എന്താണ് നടക്കുന്നത്? ഏറ്റവും മാതൃകാപരമായ ഒരു ഭരണം കാഴ്ചവെച്ച ഒരു മുഖ്യമന്ത്രിയുടെ പുറകെ, അല്ലെങ്കിൽ ആ സർക്കാരിന്റെ പുറകെ EDയും CBIയും പോലീസും എല്ലാം കൂടിയിരിക്കുക. ഭരിക്കാൻ സമ്മതിക്കില്ല. ഇത് നമുക്ക് എല്ലാവർക്കും നേരിടാൻ പോകുന്ന ഒരു വിഷയം തന്നെയാണ്. നാം ഓരോരുത്തരും അതിന് അങ്ങനെയുള്ള യാതനകളും വേദനകളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ മാത്രമേ നമ്മുടെ സ്വപ്നമായ ഇന്ത്യ നമ്പർ 1 എന്നുള്ള ആ സ്വപ്നത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതിന് കുറെ ആളുകൾ അതിന് എന്തായാലും അവരുടെ ത്യാഗങ്ങൾ സഹിച്ചേ സാധിക്കൂ. എങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത തലമുറക്കെങ്കിലും മര്യാദക്ക് നേരെ ചൊവ്വേ ഇവിടെ സുരക്ഷമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.